നിരത്തിൽ താരമാകാൻ ആധുനിക സൗകര്യങ്ങളുമായി KSRTCയുടെ പുത്തൻ ബസ്സുകൾ. പുതുതായി നിരത്തിലിറക്കുന്ന 143 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും KSRTCയിലെ ഡിജിറ്റലൈസേഷനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് കാലത്തെ KSRTC യാത്രയുടെ ഓർമ്മ പുതുക്കി നടൻ മോഹൻലാൽ നടത്തിയ ആനവണ്ടി യാത്രയും വേറിട്ടതായി. KSRTC അടിമുടി മാറുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള ആഡംബര ബസ്സുകൾ നിരത്തിലിറക്കി ആ മാറ്റത്തിന് മാറ്റുകൂട്ടുകയാണ് ഗതാഗത വകുപ്പ്. ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ്, വോൾവോ, AC സ്ലീപ്പർ, സെമി സ്ലീപ്പർ തുടങ്ങി 8ഓളം വിഭാഗങ്ങളിലായി 143 പുത്തൻ ബസ്സുകളാണ് നിരത്തിലിറങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. KSRTCയിലെ ഡിജിറ്റലൈസേഷനും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ബഹുമാനായ മന്ത്രി പറഞ്ഞതുപോലെ ബസ്സുകളിനി വന്നുകൊണ്ടേയിരിക്കുന്നു. അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നൂതനവും നല്ല ആളുകൾക്ക് ഉപയോഗപ്രദമായതുമായ ബസ്സുകളാണ് വരാൻ പോകുന്നത്. അതോടൊപ്പം എല്ലാം ആധുനികവൽക്കരിക്കുകയാണ്. ഈ യാത്ര മംഗളമായി ഭവിക്കട്ടെ. കൂടുതൽ യശസ്സിലേക്ക് KSRTC ഉയരട്ടെ. പഴയ ആനവണ്ടിയിലും പുത്തൻ വോൾവോ ബസ്സിലും കയറി മലയാളികളുടെ പ്രിയ താരം മോഹൻലാൽ കോളേജ് പഠനകാലത്തെ KSRTC യാത്രയുടെ ഓർമ്മ പുതുക്കി. തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണ് കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോഴേ ഇങ്ങനത്തെ ഇത്തരം ബസ്സുകളൊന്നും ഇല്ല. ഇപ്പോൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് മാറുകയാണ്. അതിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എസ്പെഷ്യലി മിസ്റ്റർ ഗണേഷ് കുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വർഷം 130 കോടി രൂപയുടെ ബസ്സുകളാണ് KSRTC വാങ്ങുന്നത്. രാജ്യത്ത് ലഭ്യമായതിൽ ഏറ്റവും അത്യാധുനിക ബസ്സുകളാണിവ. ഈ 156 വണ്ടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം 50 ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അധിക വരുമാനം വരുന്നതോടെ ഈ വണ്ടികൾക്കെല്ലാം ഇപ്പോൾ വാങ്ങിയ എല്ലാ വണ്ടികൾക്കും മൈലേജ് കൂടുതലാണ്. അതായത് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കഷ്ടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 5-5.5 കിലോമീറ്റർ മുതൽ 7-8 കിലോമീറ്റർ വരെ കിട്ടുന്ന വാഹനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാ സൗകര്യമുണ്ട്. ചെറിയ വണ്ടികളിൽ ലോക്കലായിട്ട് ഓടാൻ ഓർഡിനറി ബസ് വാങ്ങി അതിൽ പോലും വൈഫൈ ഉണ്ട്. ഫ്രീ വൈഫൈ കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ മൊബൈൽ ചാർജറുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വണ്ടികളും ഒരുക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനും അത്യാധുനിക വാഹനങ്ങളും ഇറക്കി കേരളത്തിന്റെ നിരത്ത് കീഴടക്കാൻ ഒരുങ്ങുകയാണ് KSRTC. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.